പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അതിനുശേഷം ആദർശ് നമ്മുടെ ജ്വല്ലറിയിൽ നടന്ന കാര്യത്തെക്കുറിച്ച് മീറ്റിങ്ങിന് പോയിട്ട് തനിക്ക് സംഭവിച്ച കാര്യത്തെക്കുറിച്ചൊക്കെ നന്ദുവിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നന്ദു ആദർശ് വിളിച്ചതനുസരിച്ച് വരുന്നുണ്ട്. എന്നിട്ട് എന്താ ആദർശേട്ട സംഭവിച്ചത്, ഞാൻ എല്ലാ വിവരങ്ങളും അറിഞ്ഞു, അത് വളരെയധികം ഷോക്കായിരുന്നു, എനിക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദർശേട്ടനെ വിളിച്ച് കാര്യങ്ങളൊന്നും ചോദിക്കാതിരുന്നത്. ഞാൻ ചോദിക്കുന്ന സമയത്ത് ആദർശേട്ടന് കൂടുതൽ സങ്കടമാവുമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ചില അന്വേഷണങ്ങളൊക്കെ അന്വേഷിക്കാമെന്ന് ഞാൻ വിചാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. ഞാൻ പോയ സമയത്ത് അവിടെ ഒരു ചതി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ എനിക്ക് ആ ഒരു മീറ്റിങ്ങിൻ്റെ സമയത്ത് ഉറക്കം വരാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ക്ഷീണങ്ങളൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയിരുന്നത്. എനിക്ക് സംശയമുള്ളത്, ഞാൻ അവിടെ എത്തിയ ഉടനെ തന്നെ ഒരു പെൺകുട്ടി എനിക്ക് ജ്യൂസുമായിട്ട് വന്നിരുന്നു. അവളെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് അങ്ങനെ ഒരു സ്റ്റാഫ് അവിടെ ജ്വല്ലറിയിലോ അവിടെയോ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെയാണ് എനിക്ക് അബദ്ധം പറ്റിയത് എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് കാര്യമായിട്ട് തന്നെ അന്വേഷിക്കാം, എന്തായാലും അവിടെ ആ ഒരു മുറിയിൽ ഹോട്ടലിൽ CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആരാണ് വന്നത് എന്നുള്ളത് കണ്ടെത്താം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്നും എന്തായാലും ആരുടെയോ ഹെൽപ്പ് കാര്യമായിട്ട് നമ്മുടെ ശത്രുക്കൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന ഓരോ നീക്കവും എന്താണെന്നുള്ളത് അവർക്ക് അറിയാൻ സാധിക്കുന്നത്, അതനുസരിച്ചാണ് അവർ തിരിച്ചടി നൽകുന്നത് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇനി എന്തായാലും നമുക്ക് വൈകിപ്പിക്കേണ്ട, ആദർശേട്ടനും എൻ്റെ കൂടെ വാ, നമുക്ക് എന്തായാലും ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്കുള്ള യാത്ര തിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങോട്ടേക്കുള്ള യാത്ര തിരിക്കുകയാണ്. നയനെ ഇക്കാര്യത്തെക്കുറിച്ച് വിളിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നയനെ ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ ഇപ്പോൾ തന്നെ പോകണോ, യാത്ര ചെയ്തിട്ടുള്ള ക്ഷീണമൊക്കെ മാറി വരുന്നല്ലേ ഉള്ളൂ, പിന്നെ ആദർശേട്ടന് അസ്വസ്ഥതയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് ശരി, യാത്ര ചെയ്ത് ക്ഷീണം വെച്ച് നിന്നാലേ എൻ്റെ കാര്യങ്ങൾ നടക്കത്തില്ല, ശത്രുക്കൾ രക്ഷപ്പെടുകയുള്ളൂ, അതുകൊണ്ട് അവരെ കണ്ടെത്തിയേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഞാനും കൂടെ വരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ സമയത്ത് നീ യാത്ര ചെയ്യേണ്ട, നീ റെസ്റ്റ് എടുത്തെന്നോ, നന്ദു ഉണ്ടല്ലോ, പിന്നെ നവീനെയും കൂടെ കൂട്ടാമെന്ന് കരുതുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്കുള്ള യാത്ര തിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ച സമയത്താണ് ആ ഒരു പെൺകുട്ടിയെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അവർക്ക് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അത് ജ്വല്ലറി ഏർപ്പാടാക്കിയിട്ടുള്ള ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് നമുക്ക് നന്ദുവിനും ആദർശിനും മനസ്സിലാവുകയാണ്. അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ അഡ്രസ്സും തപ്പിയിട്ട് നന്ദുവും ആദർശും അവളെ തിരഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ ഒടുവിൽ വീട് കണ്ടെത്തി. നന്ദു പോലീസ് മുറിയിൽ തന്നെ അവളെ ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം ഒന്നും അവൾ തുറന്ന് പറയാൻ തയ്യാറായില്ല. പിന്നീട് നന്ദുവിൻ്റെ ഓരോ ചോദ്യങ്ങൾക്ക് മുമ്പിലും ഉത്തരം മുട്ടിയിട്ട് ഒടുവിൽ ജ്വല്ലറിക്കാരാണ് എന്നെ ഏർപ്പാടാക്കിയത്, ഇവരെ എന്തെങ്കിലും കൊടുത്ത് മയക്കണമെന്നും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാതെ നോക്കണമെന്നും എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സാറിൻ്റെ വീട്ടിൽ നിന്നും അതിനുള്ള സഹായങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അതാരാണെന്നുള്ളത് നിനക്ക് വ്യക്തമായിട്ട് അറിയാം, അതും കൂടെ നീ ഇവിടെ തുറന്ന് പറഞ്ഞേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ നീ ഇതിൻ്റെ പേരിൽ ജയിലിൽ ആജീവനാന്തം കഴിയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ഞെട്ടിക്കുന്നുണ്ട്. അങ്ങനെ പേടിച്ചിട്ട് ആ ഒരു സ്റ്റാഫ് എല്ലാ കാര്യവും തുറന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലെ അവന്തിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ടോ, അവളാണ് എന്തായാലും നിങ്ങൾക്കെതിരായിട്ട് കളിക്കുന്നത്, അവളുടെ കൂടെ ഒരാളും കൂടെയുണ്ട്, അതാരാണ് എന്നുള്ളത് വ്യക്തമായില്ല, എനിക്ക് സംശയമുള്ളത് അവളുടെ അച്ഛനാണെന്നാണ്. എന്തായാലും നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ശത്രു അവന്തികയും അവന്തികയുടെ ആങ്ങളെയുമാണ്, അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ ആദർശാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. നീ എന്താ പറഞ്ഞത്, അവന്തികയോ, അവളൊരിക്കലും അവൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നന്മയിലൂടെ സഞ്ചരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇവർ തമ്മിലുള്ള സംസാരങ്ങളൊക്കെ ഞാൻ കേൾക്കാനിടയാവാറുണ്ട്. കാരണം ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് അവന്തിക മാഡവും വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. അവിടെ നടക്കുന്ന കാര്യങ്ങളും നിങ്ങൾ പുറപ്പെടുന്ന സമയമൊക്കെ അവരോട് പറയുന്നത് ഞാൻ കേട്ടതാണ് എന്നൊക്കെ പറയുമ്പം ആദർശന് മനസ്സിലായി, നമ്മളെല്ലാം വിശ്വസിപ്പിച്ച് അവൾ ചതിക്കുകയായിരുന്നു, അതാണ് നമുക്ക് പിടികിട്ടാതെ പോയിട്ടുള്ളത്, ഇത്രയും തകർച്ചയിലേക്ക് എത്താനുള്ള ഒരു കാരണം. അല്ലെങ്കിൽ അബിയെ സംശയിക്കുന്നത് കൊണ്ട് അബിയുടെ നീക്കങ്ങളൊക്കെ നമ്മൾ നോക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ അബിയിലേക്ക് ശ്രദ്ധ പോകുമെന്നുള്ളതാണ് അവന്തിക കരുതിയത്. അങ്ങനെ
അവന്തിക ചെയ്ത് കൂട്ടിയതാണ്, നമ്മൾ സംശയിക്കില്ല എന്ന് കരുതിയിട്ട് ചെയ്ത് കൂട്ടിയതാണ്. അപ്പോൾ എന്തായാലും അവളെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നന്ദും പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടാ അവൾക്കെതിരായിട്ടുള്ള തുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇനി അവളെ അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. എന്നിട്ട് പോലീസ് മുറിയിൽ ചോദ്യം ചെയ്താൽ അവളുടെ കൂടെയുള്ളത് ആരാണെന്നുള്ളത് താനേ അവൾ തന്നെ പറഞ്ഞോളും എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തികയെ അറസ്റ്റ് ചെയ്യാനായിട്ട് നന്ദു പോവുകയാണ്.